ഏതാണ്ട് 1990കളുടെ അവസാനത്തിൽ ഏതാണ്ട് 150 പേർക്ക്, ഭിക്ഷാടകരായ 150 പേർക്ക് ഒരു ധ്യാനം നടത്തുന്നതിനിടയിൽ ധ്യാനഗുരു അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കാനുണ്ടെങ്കിൽ അത് പങ്കുവയ്ക്കാനുള്ള സമയം. ഒരു 70 വയസ്സ് പ്രായമുള്ള ഒരു ചേട്ടൻ എഴുന്നേറ്റ് നിന്ന് പങ്കുവെച്ച ഒരു ജീവിതാനുഭവം ഇങ്ങനെയായിരുന്നു. എന്നുവെച്ചാൽ, ഞാൻ ഒരു വീട്ടിൽ ഒരു പ്രാവശ്യം കയറിയിട്ടുണ്ടെങ്കിൽ പിന്നീട് അവിടെ കയറാറില്ല. വേറെ ഒന്നുമല്ല, എനിക്കിങ്ങനെ ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് ഇങ്ങനെ മാറി മാറി സഞ്ചരിക്കാനാണ് എനിക്കിഷ്ടം. എന്നിട്ട് ആ ചേട്ടൻ പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ്, ഞാനൊരു വീട്ടിലേക്ക് ഭിക്ഷ ചോദിച്ചു കയറുക. ആ വീടിൻ്റെ വരാന്തയിൽ പെൺകുട്ടി അവല് തിന്നാനുള്ള ഒരുക്കത്തിലാണ്. അവളോട് ചോദിച്ചു, മോളെ ഇവിടെ ആരെങ്കിലും ഉണ്ട്? അവള് എന്നെ ഇങ്ങനെ നോക്കി മറുപടി ഒന്നും പറഞ്ഞില്ല. അവള് അവല് നനയ്ക്കുന്ന തിരക്കിലായിരുന്നു. അവലിൻ്റെ പാത്രമുണ്ട്, പഞ്ചസാര പാത്രമുണ്ട്, പാലിൻ്റെ കുപ്പിയുണ്ട്, അവളുടെ കയ്യിൽ ഇതൊക്കെ കൂടി മിക്സ് ചെയ്യാനുള്ള ചെറിയൊരു പാത്രമുണ്ട്. അവൾ ശ്രമകരമായ ദൗത്യത്തിലൂടെ ഇങ്ങനെ കടന്നു പോവുകയാണ്. ഈ ചേട്ടൻ അവിടെ നിൽക്കുന്നതൊന്നും അവൾ ഗവനിക്കുന്നേയില്ല. അവളിങ്ങനെ ഈ അവല് പാത്രത്തിലേക്ക് ഇടുന്നു, പാലൊഴിക്കുന്നു, പഞ്ചസാര ഒഴിക്കുന്നു, അതിങ്ങനെ മിക്സ് ചെയ്യുന്നു. അതിനുശേഷം ഒരു അല്പം കഴിച്ചു നോക്കുന്നു, അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നു, വീണ്ടും പഞ്ചസാര ഇടുന്നു. അങ്ങനെ അവസാനം അവളുടെ മുഖത്ത് ചിരി പകരുകയാണ്. അതായത് അവൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അവല് അവൾക്ക് നനഞ്ഞ് കിട്ടിയെന്നുള്ളതാണ്. അതിനുശേഷം ആ ചേട്ടനോട് അവൾ പറഞ്ഞു, ഇരിക്കാൻ പറഞ്ഞു. ആധികാരികമായിരുന്നു പറച്ചിൽ. ആ ചേട്ടൻ അറിയാതെ ഇരുന്നു പോയി എന്നുള്ള. ഒരു സ്പൂൺ അവല് അവളുടെ വായിലേക്ക് ഇട്ടു. വീണ്ടും അടുത്ത സ്പൂൺ എടുത്ത് ഈ ചേട്ടൻ്റെ നേരെ നീട്ടി. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, എനിക്ക് വേണ്ട മോളെ, ഓരോരുത്തല്ല കഴിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ കൈ ഇങ്ങനെ നീട്ടി. കയ്യിൽ നിറയെ അഴുക്കുണ്ടായിരുന്നു. വാ തുറക്കാൻ പറഞ്ഞു. ഞാൻ വാ അറിയാതെ തുറന്നു പോയിരുന്നു. അങ്ങനെ ഒരു സ്പൂൺ അവൾക്കും മറു സ്പൂൺ എനിക്കും ഇങ്ങനെ നീട്ടി ഞങ്ങൾ കുറച്ചധികം സമയം ഈ അവല് തീറ്റ തുടർന്നു. അവല് മുഴുവനും അവസാനിപ്പിച്ചതിന് ശേഷം ഞാനിപ്പോൾ അപ്പച്ചനെ വിളിച്ചിട്ട് വരാട്ടോ എന്ന് പറഞ്ഞിട്ട് അവള് അകത്തേക്ക് പോയി. ഞാൻ ഭിക്ഷ പോലും ചോദിക്കാതെ ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നു. അന്ന് രാത്രി ഞാൻ കിടക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുന്ന ശീലമൊന്നും എനിക്കില്ലാത്തതാണ്. പക്ഷേ അന്ന് ഞാൻ പ്രാർത്ഥിച്ചു. എനിക്ക് വേണ്ടിയിട്ടല്ല, അവൾക്ക് വേണ്ടി. അവളിപ്പോൾ എന്ത് ചെയ്യുകയാണെന്നോ എവിടെയാണെന്നോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഒറ്റ കാര്യം മാത്രം എനിക്കറിയാം, ഒറ്റ ദിവസം പോലും ഞാൻ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ കിടന്നുറങ്ങിയിട്ടില്ലെന്നാണ് പറയുന്നത്. പ്രിയമുള്ളവരെ, ആ പെൺകുട്ടി ഇപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടിക്ക് പോലും അറിയത്തില്ല ഒരല്പം അവല് ഒരുപാട് പ്രാർത്ഥന കൊണ്ടുവന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ആ പെൺകുട്ടിക്ക് പോലും അറിയത്തില്ല ഈ കുറച്ച് അവല് കൊണ്ട് ഒരു മനുഷ്യൻ്റെ ഹൃദയം അവൾ സ്വന്തമാക്കിയിട്ടുണ്ടെന്ന്. ആ ഹൃദയത്തിൽ നിന്ന് ഒരുപാട് പ്രാർത്ഥന അവൾക്ക് വേണ്ടി സ്വർഗപിതാവിൻ്റെ അടുക്കിലേക്ക് ചെന്നെത്തുന്നുണ്ടെന്ന്. ഇതുപോലെ പ്രാർത്ഥിക്കുന്നവരെ നമ്മളുടെ പിന്നിൽ നിർത്താനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. ഒരുപാട് അവസരങ്ങൾ നമ്മുടെ ചുറ്റുപാടും ഉണ്ടാവും. നമ്മളാൽ കഴിയുന്ന രീതിയിൽ അവർക്ക് സഹായമായി മാറി അവരുടെ ഹൃദയത്തിലെ പ്രാർത്ഥനയുടെ ഒരംശം നമുക്ക് സ്വന്തമാക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം.